ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെയർ ആൻഡ് കോം വിത്ത് അനക. ഇന്ന് ഞാൻ ശരിക്കും എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് ഫോർ ജസ്റ്റ് ഒരു ഒറ്റബുദ്ധി തോന്നിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ വീഡിയോ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നും അറിയാണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പോൾ അതിലിടുന്ന കുറച്ച് പോസ്റ്റൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ കാണിച്ച് ഇപ്പം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ ആം ആസ് എ നേഴ്സ്. അപ്പം എൻ്റെ ഒരു ബിസി ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്കങ്ങനെ അപ്പോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരിതിലല്ല വന്നത്. കാരണം ഇന്ന് എനിക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡാണ് എനിക്കിന്ന് കിട്ടിയത്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഞാൻ ഇവിടെ എന്താണെന്നൊന്നും പറഞ്ഞല്ലോ. ഞാൻ ശരിക്കും ഒരു കണ്ണൂർക്കാരിയാണ്. കണ്ണൂർ കുഞ്ഞിമംഗലം എന്നൊക്കെ പറയും. കുഞ്ഞിമംഗലം എന്നാണ് എൻ്റെ ചെറിയൊരു ഗ്രാമമാണ്. അങ്ങനെ ഞാൻ പഠിച്ചതും അവിടെയെല്ലാം കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നെ ഞാൻ BSc കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ചു. ഇപ്പം ഞാൻ ഞാൻ എന്നെ സെറ്റിൽഡ് ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. ദുബായ് DIP എന്ന് പറയും. എനിക്ക് തോന്നുന്നു ദുബായിലുള്ള ഓഡിയൻസ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ കണ്ണൂർക്കാരുണ്ടാവും, പിന്നെ വേറെ ജില്ലക്കാരും കാര്യങ്ങളും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഹായ്. പിന്നെ മെയിനായിട്ട് എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നേഴ്സിങ്ങുമായി ബന്ധപ്പെട്ട ഇതുണ്ടാവും. കാരണം ആസ് എ നേഴ്സ് ഞാനൊരു നേഴ്സാണല്ലോ. അപ്പം ആയിട്ട് ബന്ധപ്പെട്ട നേഴ്സിങ് അല്ലെങ്കിൽ കുറച്ച് എന്തൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ ലേറ്റർ ഓൺ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്താണ് ജസ്റ്റ് ഒരു ടോക്ക് പോലെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ദുബായ് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റേജിലെത്തിയത്, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ പേര് തന്നെ, അതായത് കെയർ ആൻഡ് കോം വിത്ത് അനക എന്നാണ്. പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇട്ടതൊക്കെ കാം എന്നുള്ളൊരു പോർഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, കെയർ എന്നുള്ളൊരു പോർഷൻ ഇട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിങ്ങനെ തോന്നി, അയ്യോ ഞാനൊരു കെയർ എന്നുള്ളൊരിതിലിട്ടില്ലല്ലോ എന്നുള്ള എനിക്ക് തോന്നി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഉൾക്കൊള്ളിക്കുക എന്ന് എനിക്കൊരു ടൈമും കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫ്രീ ആണല്ലോ അപ്പോൾ ഒന്ന് ചെയ്തേക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു കെയർ എന്നുള്ളൊരു പാട്ടിലാണ്. കാരണം എൻ്റെ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നൊരു സ്കിന്നാണ് എൻ്റേത്. കാരണം ഓയിലി സ്കിന്നാണ് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഓയിലി സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാരിയറാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ഡെലിക്കേറ്റായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് പ്രൊട്ടക്ഷൻ തരും എന്നൊക്കെ പറയണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കുറേ എന്താ പറയുക, നിങ്ങൾ കണ്ടോ ഇങ്ങനെയൊക്കെയാണ്. ഇടയ്ക്കൊരു സ്പോണ്ടനം പോലെ, നമ്മുടെ ഇപ്പം ദുബൈയിൽ നടക്കുന്ന മിസൈൽ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെ കേട്ട് എനിക്ക് തോന്നി എൻ്റെ മുഖക്കുരുവിന് ഈ ഒരു സൈഡാണ് പൊതുവേ ഇഷ്ടം. പക്ഷേ ഇപ്പം ഇങ്ങനെയല്ല. ഞാൻ ഈ ഫോട്ടോ നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. ഇതിപ്പം ബെറ്റർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഞാൻ തന്നെയാണ് ഡോക്ടർ, നേഴ്സ് എൻ്റെ എല്ലാ തെറാപ്പിസ്റ്റും. അപ്പോൾ ഇൻട്രൊഡക്ഷനൊക്കെ എന്തൊക്കെയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഡേ ടു ഡേ എന്ന് ഭയങ്കര ബാഗാണ്. കാരണം എനിക്കെന്തോ ഇതൊരു ക്യൂട്ട്നെസ് തോന്നി. അപ്പം ഞാൻ വാങ്ങി. എനിക്കൊന്നൊരു 12 or 11 ദിർഹം അങ്ങനെയായിട്ടൊന്നും തോന്നുന്നുണ്ടായത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കാണിച്ചു തരണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നിപ്പം പറയാൻ വരുന്നത്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കിന്നുള്ള ഒത്തിരി പേര് ആൾക്കാർ ഓയിലി സ്കിന്ന് മോശം ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ സ്കിന്നാണല്ലോ, ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ അതേപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരു വരുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് 100% അവർക്ക് യൂസ്ഫുൾ ആവും ഈ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഡെയിലി ലൈഫിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് കുറച്ച് എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ വലിയ എക്സ്പെൻസീവ് എന്നല്ല, പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിൽ അഫോർഡബിളായിട്ട് ഞാൻ വാങ്ങുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക, ഒരു കഞ്ചൂസാവാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം സ്കിന്നാണ്. അപ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതും ആ രീതി തന്നെ ആയിരിക്കണം. അപ്പോൾ പൈസ മുടക്കിയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്ന് നമുക്ക് അതേപോലെ സൂക്ഷിക്കാൻ പറ്റൂ. കാരണം എന്താ പറയുക, നമുക്ക് ഇപ്പൊക്കെ തോന്നുമോ, ഒരു ഘട്ടമൊക്കെ എത്തുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ നോക്കണേന്നൊക്കെ തോന്നും. പക്ഷേ എനിക്കൊന്ന് ഞാനൊക്കെ എൻ്റെ സ്കിൻ ഇപ്പോഴാണ് പിന്നെയും കുറച്ചും കൂടെ നോക്കണേ കേട്ടോ. അതായത്
ഞാനിപ്പം ഈവൻ ദുബായിൽ വന്നതിന് ശേഷമാണ്. കാരണം എനിക്ക് കുറേ സ്കിൻ പ്രോബ്ലം വന്നു നാട്ടിലുണ്ടാകുമ്പോൾ അത്ര ഉണ്ടായില്ലായിരുന്നു. നമ്മളങ്ങനെ ആ ഒരു ഏജിലും അങ്ങനെ നോക്കിയിട്ടുമില്ല. പക്ഷെ ഇപ്പം ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷ് തന്നെ തുടങ്ങാം. എൻ്റെ ഇഷ്ടപ്പെട്ടുള്ള എൻ്റെ ക്യൂട്ടി സിമ്പിൾ എന്താ പറയുക റീഫ്രഷിങ് ഫേഷ്യൽ വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെ നിങ്ങളെ വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് സെൻസിറ്റീവ് സ്കിൻ പ്ലസ് ഒരു ഓയിലി സ്കിന്നാണ് എൻ്റെത്. കാരണം ഓൾറെഡി ഞാൻ മാസ്ക്, കാരണം നമ്മൾ നഴ്സിംഗ് ഫീൽഡിൽ മാസ്ക് അതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒഴിവാക്കാൻ പറ്റരുത്. പക്ഷേ അതിനെനിക്ക് നല്ല കുറച്ച് സെൻസിറ്റീവും കൂടെ ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചുവപ്പ് വരും, 8 hours ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ. പക്ഷേ ആ ഒരു സമയങ്ങളിൽ ഞാനിത് ഒരുപാട് സെർച്ച് ചെയ്ത്, എനിക്ക് ഇവിടെയുള്ളൊരു ഡോക്ടറാണ് ഇത് റെക്കമെൻഡ് ചെയ്തത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു ഇത് യൂസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അതൊരു പേടി ഉണ്ടായിരുന്നു, ഇതെനിക്ക് സൂട്ടാവുമോ? കാരണം നാട്ടിൽ നിന്ന് വന്ന എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അപ്പം അങ്ങനെ ഒരുപാട് എനിക്ക് സ്കിന്നിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, അത് ട്രൈ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ആദ്യം പേടിയായിരുന്നു. പക്ഷെ ഞാൻ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ജസ്റ്റ് സൈഡ് എഫക്റ്റ് കൂടെ കിട്ടിയാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. അത് നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റും അല്ലേ, നമ്മൾ ട്രൈ ചെയ്താലേ നമുക്കൊന്ന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്താണ് സിമ്പിളിൻ്റെ ഇത്. ഓസം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. കാരണം എൻ്റെ അതേപോലുള്ളൊരു സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യുക, സിമ്പിളിൻ്റെ ഈ ഫേസ് വാഷ്. പിന്നെ ഇത് ഞാൻ ഒരുപാട് പാക്ക് ഉപയോഗിച്ചു. എനിക്ക് എണ്ണൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. 2 വർഷത്തോളമായി യൂസ് ചെയ്യുന്നത്. ഇതിപ്പം 100 ml ഒരു ചെറിയ പാക്ക്, ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല. 200 വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നാൾ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങാനായിട്ടും 100 2 കോംബോ പർപ്പിളിൽ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പിന്നെ എനിക്കിങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പിമ്പിളിൻ്റെ അറ്റാക്ക് വരുന്നതുകൊണ്ട് ഞാനിപ്പം എൻ്റെ ഒരു ഡെർമറ്റോളജിസ്റ്റ്, എൻ്റെ പേഴ്സണൽ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും, സബ ഹോസ്പിറ്റലിൽ. അപ്പം സാറ് എന്നോട് പറഞ്ഞു, ഇപ്പം മോക്കൊരുണ്ടല്ലോ, ആ ഒരു സമയങ്ങൾ മാത്രം നീ ഇത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നീ അതർവൈസ് സിമ്പിൾ തന്നെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം ഇത് പിമ്പിൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ഇത് മെഡിക്കേറ്റഡ് ആണല്ലോ. പിന്നെ എന്താ പറയുക, പിന്നെ ഈ സിമ്പിളിൻ്റെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മണം കാര്യങ്ങൾ, നമ്മളെ ബാക്കിയുള്ള ഫേസ് വാഷിൽ പോലെ മണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾക്കിങ്ങനെ കഴുകുക, പക്ഷേ എഫക്റ്റ് അടിപൊളിയാണ്, മണവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. പിന്നെ ഞാൻ വേറെ കുറേ ഫേസ് വാഷസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അതും ഒരു ബ്രാൻഡഡ് കുറേ ഉള്ള ഒരിതാണ്. അപ്പം അത് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതെനിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറേ സൈഡ് എഫക്ട്സും, കാരണം എനിക്ക് ഡ്രൈനസും കാര്യങ്ങളൊക്കെ തോന്നി. അത് പിന്നെ ആ ബ്രാൻഡിനെ പറഞ്ഞ കാര്യമില്ലല്ലോ, കാരണം എൻ്റെ സ്കിന്നിൻ്റെ ഇതുകൊണ്ടാണല്ലോ അങ്ങനെ പറ്റിയത്. അപ്പോൾ ഞാൻ ആ ബ്രാൻഡോ കാര്യങ്ങളൊന്നും പറയില്ല. കാരണം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ പോലെയുള്ള സ്കിന്നുള്ളവർ ഇതൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സ്യൂട്ടാവും.